നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് 72 മണിക്കൂർ പിന്നിട്ടു. 40 സീറ്റിൽ ഇനിയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഡൽഹിയിൽ മാരത്തൺ ചർച്ചകൾ തുടരുകയാണ്. എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കാൻ നേതാക്കൾ നടത്തുന്ന ശ്രമവും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിന്റെ കാരണമാണ്. മത്സരിക്കാൻ ഉറച്ചുള്ള സുധാകരന്റെ നീക്കത്തിന് മുന്നിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങുന്നതാണ് ഒടുവിലത്തെ കാഴ്ച. വാർത്താസമ്മേളനം വിളിച്ചും തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണത്തിന് കേരള ഹൌസിൽ നിന്ന് ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വാങ്ങിയും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഭീഷണി മുഴക്കിയുമൊക്കെയാണ് സുധാകരൻ ഹൈക്കമാൻഡിനെ വരുതിയിലാക്കിയത്. മത്സരിക്കാൻ ഉറപ്പിച്ച അടൂർ പ്രകാശിനും ഇളവ് ലഭിക്കുമെന്നതാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കെ സുധാകരന്റെ സമ്മർദ്ദ തന്ത്രത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്നോ നേതൃത്വത്തിന്? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീ ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ, ശ്രീ റോണി കെ ബേബി കോൺഗ്രസ് പ്രതിനിധി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ CPM പ്രതിനിധി എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ റോണി കെ ബേബി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് പല ഘട്ടങ്ങളിൽ സാധ്യത പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ റാലിക്ക് ഇടയിൽ തന്നെ വരുമെന്ന് പറഞ്ഞിരുന്നു. റാലി കഴിഞ്ഞു, പ്രഖ്യാപനം കഴിഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞു, 72 മണിക്കൂറും കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വൈകുന്നത് എന്താണ്? ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ട് 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ 2021 ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒന്ന് നമ്മൾ കാണണം. അന്ന് മാർച്ച് മാസം 5-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു. മാർച്ച് 12-ാം തീയതി അതിന്റെ വിജ്ഞാപനം ഇറങ്ങുന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് ഏപ്രിൽ 6-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കൃത്യമായി പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പും തമ്മിൽ കൃത്യമായി 1 മാസത്തെ സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? മാർച്ച് 15-ന് പ്രഖ്യാപനം വരുന്നു, 16-ാം തീയതി ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ ഒരു നേതാവ് വന്ന് പോക്കറ്റിൽ നിന്നും ഒരു ലിസ്റ്റ് എടുത്ത് ഇതൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്ന് വായിച്ച് അവിടെ ഇരുന്നവരൊക്കെ കൈയടിച്ച് പാസ്സാക്കി പോകുന്ന ഒരു സമ്പ്രദായമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെത്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ഇത് പല തലങ്ങളിൽ ചർച്ച ചെയ്ത് ആദ്യം KPCC തലത്തിൽ, പിന്നീട് സ്റ്റേറ്റിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്, അവിടെ ചർച്ച ചെയ്ത്, സ്ക്രീനിങ് കമ്മിറ്റി ചർച്ച ചെയ്ത്, ഇപ്പോൾ ഇതാ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത ഇലക്ഷൻ ബോഡി ആയിട്ടുള്ള CEC കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേർന്നുകൊണ്ടിരിക്കുക. കേരളത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്തതിനൊപ്പം ഇന്ന് ആസാം, തമിഴ്നാട്, പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളും ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്തിരിക്കുക. ശ്രീ റോണി കെ ബേബി, ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് എന്നത് നമുക്ക് അറിവുള്ള കാര്യമാണ്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്താണ് എന്നത് ബോധ്യമില്ലാത്ത വ്യക്തിയല്ല പ്രതിപക്ഷ നേതാവ് എന്നത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ പല ഘട്ടങ്ങളിലായി പുതിയുഗ യാത്രയ്ക്ക് ഇടയിൽ ഉണ്ടാകുമെന്നും യാത്ര സമാപിക്കുമ്പോഴുണ്ടാകുമെന്നും പിന്നീട് 24 മണിക്കൂറിനകം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ഒന്നിലധികം തവണ പറഞ്ഞതാണ്. പിന്നീട് മാധ്യമങ്ങളോട് അദ്ദേഹം ദേഷ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ 72 മണിക്കൂർ കഴിഞ്ഞിട്ടും അത് വരാത്തത് എന്താണെന്നല്ലേ ചോദിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു അവകാശവാദം ഉള്ളപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ ഉയരുന്നത്. രേണു, എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് മാത്രം ഈ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളാണ് അവകാശവാദം പറഞ്ഞത്, പ്രതിപക്ഷ നേതാവാണ് 24 മണിക്കൂർ എന്ന് പറഞ്ഞത്. ഞാൻ കൃത്യമായി പറയാം. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ, ഈ മാർച്ച് 15-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ CEC കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി കൂടി ഏകദേശം 40ഓളം സ്ഥാനാർത്ഥികളെ, കോൺഗ്രസ് മത്സരിക്കുന്നതിൽ പകുതിയോളം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതാ. പ്രഖ്യാപനം വന്നതിന് ശേഷം പട്ടിക പുറത്തുവിട്ടാൽ മതി എന്ന വിവരം രേണു ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തമുള്ള മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം. ന്യൂസ് 18 ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CEC കൂടി മാർച്ച് 12-ാം തീയതി, മാർച്ച് 15-ന് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് മാർച്ച് 12-ാം തീയതി ഞങ്ങളുടെ CEC കൂടി തീരുമാനിച്ച സ്ഥാനാർത്ഥികളുടെ പേര് വിവരം ന്യൂസ് 18, ന്യൂസ് 18 ഉൾപ്പെടെ ഇവിടെ പുറത്തുവിട്ടിട്ടുള്ളതാ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനകത്ത് ഒന്നും മാറിയിട്ടില്ല. ഇന്ന് വൈകിട്ട് ഇന്ന് രാത്രി ഒരു 8-9 മണിയാകുമ്പോഴത്തേക്കും ബാക്കിയുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് കൂടി പുറത്തു വരും. അതോടുകൂടി ഒരു ആശങ്കയും വേണ്ട. ഇപ്പോൾ എന്താ CPM ഇവിടെ സീറ്റുകൾ വെച്ചു മാറുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക. അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിയെ വേറെ ഏതോ മണ്ഡലത്തിലേക്ക് മാറ്റുന്നു, CPI-യുമായിട്ട് സീറ്റ് വെച്ചു മാറുന്നു, ചെയ്തതേ ഉള്ളൂ. BJP 140 മണ്ഡലങ്ങളിൽ വെറും 48 സീറ്റുകളിൽ മാത്രമേ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുള്ളൂ. അവിടെയാണ് കോൺഗ്രസ് ഇന്ന് രാത്രി
അല്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പേ ഞങ്ങളുടെ മുഴുവൻ അതെ, സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപനം 4 നടക്കാൻ മണിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്, 6 മണിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്, 7 മണിക്കും വന്നില്ല. ഇപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് അർദ്ധരാത്രിക്ക് മുമ്പ് എപ്പോഴെങ്കിലും രണ്ടാം ഘട്ടം വരാം എന്നതാണ്. നോക്കൂ ശ്രീ റോണി കെ ബേബി, ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്നൊരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് ആരൊക്കെ മത്സരിക്കണം വേണ്ട എന്ന കാര്യത്തിൽ കൃത്യമായ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പല നേതാക്കളും എംപിമാർ മത്സര രംഗത്തുണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് കണ്ണൂരിൽ സുധാകരൻ തന്നെ മത്സരിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സുധാകരന്റെ പിടിവാശിക്ക് മുന്നിൽ കോൺഗ്രസ് എടുത്ത തീരുമാനം മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യമാണോ ഉള്ളത്? ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്താ? AICC ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തതായി ഇവിടെ ഔദ്യോഗികമായി ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ടോ? എംപിമാർ മത്സരിക്കണമെന്നോ അല്ലെ മത്സരിക്കേണ്ടെന്നോ? മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അഭ്യൂഹങ്ങളല്ലേ എംപിമാർ മത്സരിക്കേണ്ട. എത്രയോ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, നേതാക്കൾ പരസ്യമായി തന്നെ പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ, എംപിമാർ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും, അത് അഖിലേന്ത്യാ തലത്തിലാണെങ്കിൽ അഖിലേന്ത്യാ ചുമതലയുള്ള അല്ലെങ്കിൽ ശ്രീ KC വേണുഗോപാലോ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഞങ്ങളുടെ തീരുമാനം CEC ആണേ. കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. ആ പട്ടിക പുറത്തു വരുമ്പോൾ വ്യക്തമാകും. KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് എനിക്കുള്ള ബോധ്യം. ഔദ്യോഗികമായിട്ട് ഒരു തീരുമാനം, ഞാൻ വളരെ കൃത്യമായി തന്നെ പറയാം, ഔദ്യോഗികമായി ഒരു തീരുമാനം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ പാർട്ടി പൂർണ്ണമായും ജനാധിപത്യ ഉൾപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ പല തലങ്ങളിലുള്ള കമ്മിറ്റികൾ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്, AICC ആണ്. അത് CEC, ഞാൻ പറഞ്ഞത് അതിന് ഏറ്റവും പരമോന്നതമായ ബോഡി എന്നത് CEC ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. അവർ അതിനകത്ത് ഉചിതമായ തീരുമാനം എടുക്കും. എന്താണ് ശ്രീ റോണി കെ ബേബി, ഈ തീരുമാനം പുറത്തു വരുന്നതിൽ എന്താണ് വെല്ലുവിളി ഉയർത്തുന്ന ഘടകം? എംപിമാരുടെ സമ്മർദ്ദമാണോ, അതോ അതിനും അപ്പുറം വല്ല കാരണങ്ങളും ഉണ്ടോ? വളരെ കുറച്ച് ദിവസം മാത്രം പ്രചരണത്തിന് കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഇടത്ത് ഇവിടെ ഉയർന്നു വന്ന ഭരണവിരുദ്ധ വികാരം എന്നതുൾപ്പെടെയുള്ള നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ കിട്ടുന്ന തുച്ഛമായ ദിവസം പാഴാക്കി കളയുന്ന തരത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ അത് തന്നെയാണ് ഇവിടെ ചർച്ചയുടെ ആദ്യം രേണുവിനോട് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. 2021 മാർച്ച് 5-ാം തീയതി പ്രഖ്യാപനം വന്ന് 12-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇവിടെ ഞങ്ങൾ ആരോടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ BJPയോട് ഫൈറ്റ് ചെയ്യണം, CPM-നോട് ഫൈറ്റ് ചെയ്യണം, ഇലക്ഷൻ കമ്മീഷനോട് ഫൈറ്റ് ചെയ്യണം. എങ്ങനെ കോൺഗ്രസിനെ ചവിട്ടി നിൽക്കാൻ ഒരു സ്പേസ് പോലും തരാതിരിക്കാം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച തീയതികൾ എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണല്ലോ. അത് കോൺഗ്രസിന് മാത്രം ബാധകമല്ല, CPM-ന് ബാധകമാണ്, BJPക്ക് ബാധകമാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ്. അവിടെ നിങ്ങൾക്ക് കിട്ടിയ അവസരത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ പോകുന്നു, അല്ലെങ്കിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാതെ പോകുന്നു എന്നതാണല്ലോ സാഹചര്യം. അത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത്? ഈ ഞായറാഴ്ചയാണ് വന്നത്, സൺഡേ. ഇന്ന് വെനസ്ഡേ. ഓൺലി 3 ഡേയ്സ് ആയിട്ടുള്ള 3 ദിവസം. ഇതുപോലെ കോൺഗ്രസ് പോലെയുള്ള ഒരു വലിയ ദേശീയ പാർട്ടി, ഞാൻ പറഞ്ഞല്ലോ, സത്യം അവരുടെ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെ തീരുമാനിക്കുന്നത് കേരളത്തിനകത്ത് തന്നെയാ. 2 മണിക്കൂറിനകം ലോക്കൽ കമ്മിറ്റി തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെ തീരുമാനിക്കാം. അഖിലേന്ത്യാ സെക്രട്ടറി എന്നും കേരളത്തിൽ തന്നെയാ. പക്ഷെ കാര്യം അങ്ങനെയല്ല. ഇവിടെ KC വേണുഗോപാൽ ഉൾപ്പെടെ, ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെ പാർലമെന്റിൽ പോകണം രാവിലെ മുതൽ വൈകുന്നേരം വരെ. അവിടെ പോയി നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളോട് ഞങ്ങൾ പോരാടണം. അതിന് ശേഷം വന്നിട്ട് വേണം ഇവിടെ വന്ന് സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ ചർച്ച ചെയ്ത്. ഞങ്ങൾ ദേശീയ പാർട്ടിയാണേ, കോൺഗ്രസ് ഇസ് എ നാഷണൽ പാർട്ടി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങൾ ആലോചിച്ച്, പല വശങ്ങൾ ആലോചിച്ച്, പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പല മാനദണ്ഡങ്ങളില്ല. CPM-ൽ പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരു മാനദണ്ഡം, പിണറായി വിജയനോട് താല്പര്യമില്ലാത്തവർക്ക് മറ്റൊരു മാനദണ്ഡം. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് എല്ലാവരുടെയും താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ അഭിപ്രായങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട്, ഭിന്നബലിച്ച് മാത്രം നോക്കിക്കൊണ്ട് ഞാനോട് കൃത്യമായി പറഞ്ഞു, എംപിമാർ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. പിന്നെ ബലിച്ച് നോക്കി ഇനി ഒരു പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സുധാകരൻ ഒരു വിന്നബിൾ കാൻഡിഡേറ്റ് ആണോ? അദ്ദേഹത്തിന്റെ അവകാശവാദം അതാണ്. ഈ ലിസ്റ്റിൽ സുധാകരൻ ഉണ്ടാകുമോ? സുധാകരനെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നേതൃത്വത്തിനായിട്ടുണ്ടോ? സുധാകരൻ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വർക്കിംഗ് കമ്മിറ്റി അംഗം കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും 20 പാർലമെന്ററി മണ്ഡലങ്ങളിലും മത്സരിച്ച് ജയിക്കുവാൻ യോഗ്യതയുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾ ഇപ്പോൾ സുധാകരൻ അനിവാര്യനാണ് ഒരു മണ്ഡലത്തിൽ ജയിക്കുവാൻ. ആ മണ്ഡലത്തിൽ ജയിക്കുവാൻ അദ്ദേഹം മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞാൽ പാർട്ടി അങ്ങനെ തീരുമാനം എടുക്കും. തീർച്ചയായിട്ടും അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഇനി സുധാകരൻ പിന്നെ മത്സരിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമോ? ഞങ്ങൾ ആ കാര്യം ആലോചിക്കും.
അങ്ങനെ അതാണല്ലോ മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് ഇവിടെ പോലെ 3 റൗണ്ട് ചർച്ച ഈ പറയുന്ന സർവേകൾ നടന്നു. വിജയസാധ്യത നോക്കി കൃത്യമായി തന്നെയുള്ള ഡേറ്റ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ കയ്യിലുണ്ട്. ആ ഡേറ്റ വെച്ചുകൊണ്ട് കൃത്യമായി ഭിന്നബലിച്ച് മാത്രം നോക്കിക്കൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 55 സീറ്റുകൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചല്ലോ. ആർക്കെങ്കിലും ഒരു വിമർശനമുണ്ടോ? നൂലിൽ കെട്ടി ഇറക്കിയതാണെന്നോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചതാണെന്നോ? മാധ്യമങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിനെ വിമർശിക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ. അവർ പോലും പറയുന്നത് 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിദ്ധീകരിച്ചത്. ഇനിയും അടുത്ത ഘട്ടം വരുമ്പോൾ നോക്കിയോ, അതിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്തിറക്കാൻ എന്തായാലും പൊട്ടിക്കരയുന്ന നേതാക്കളെ ഉൾപ്പെടെ കണ്ടതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. മാത്രവുമല്ല, തർക്കങ്ങൾ പുറമേക്ക് കേൾക്കാത്ത ഇടങ്ങളിൽ വന്ന സ്ഥാനാർത്ഥി പട്ടികയാണ്. തർക്കമുള്ള ഒരിടത്തെ കാര്യം പോലും ചെറിയൻകീഴോ മറ്റോ ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ തർക്കത്തിലുള്ള ഒരു മണ്ഡലം പോലും ഉൾപ്പെടാത്തപ്പോഴാണ് അങ്ങനെ കുറെ വെല്ലുവിളികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നത്. ബാക്കി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അറിയാം എന്താകും സാഹചര്യം എന്ന്. ഞാൻ 2ാം ഘട്ടത്തിൽ താങ്കളിലേക്ക് എത്താം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വലിയ സാധ്യത കൽപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവർക്കൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ തന്നെയാണ്. വിജയ സാധ്യത നോക്കിയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ജാഗ്രത കൂടി അവർക്കുണ്ടാകണം. ടീം UDF എന്നതാണ് അവർ ഉയർത്തുന്ന മുദ്രാവാക്യം. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരുമെങ്കിലും അങ്ങനെ തന്നെ പോകണം എന്ന ഒരാവശ്യം അവരെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് അല്പം സമയം കൂടുതൽ എടുക്കുന്നു എന്ന് കണ്ടാൽ മതിയോ ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിനെ? അങ്ങനെ മാത്രം നമുക്ക് ലഘൂകരിച്ച് കാണാൻ കഴിയില്ല. കോൺഗ്രസ് എത്തപ്പെട്ട ഇന്നത്തെ ഒരു വിഷമസന്ധി സ്ഥാനാർത്ഥി പട്ടിക കൃത്യമായി പുറത്തിറക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, മണ്ഡലങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും കണ്ണുവെച്ച് അധികാരി കൊതിമൂത്ത നേതാക്കന്മാര് പരസ്പരം മത്സരിക്കുന്നു. പലരും പോസ്റ്റർ അടിച്ചു വെക്കുന്നു. പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ രംഗത്ത് വരുമെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഈ അവസ്ഥ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്കകത്ത് വളരെ സ്വാഭാവികമാണെന്ന് നമ്മളെല്ലാം പറയും. പക്ഷെ വളരെ സ്വാഭാവികമായ അത്തരം ഒരു അവസ്ഥയെ കൃത്യമായി അവരെത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായി ബന്ധിപ്പിച്ചുകൊണ്ട് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായ സുഹൃത്ത് പറയുന്നത് കേട്ടല്ലോ, ഞങ്ങൾക്ക് എന്തെല്ലാം പണിയുണ്ട്, ദേശീയ തലത്തിൽ പാർലമെന്റിൽ പോകണം, ഞങ്ങളൊരു ദേശീയ പാർട്ടിയില്ലേ, അവിടെ BJPക്കെതിരായിട്ട് പോരാടണം. എവിടെയാ പോരാടുന്നത് സുഹൃത്തെ? ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇന്ത്യയിലെ രാജ്യസഭയിലേക്ക് 37 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. 10 സംസ്ഥാനങ്ങളിലായിട്ട്. അതിൽ 11 കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച MLA-മാരാണ്. 11 പേരാണ് BJPക്ക് ജയിക്കാൻ അവസരം ഉണ്ടായി കൊടുത്തത്. എന്ന് മാത്രമല്ല, 4 ആളുകൾ ഹരിയാന നിയമസഭയില് അവരുടെ വോട്ട് അസാധുവാക്കി BJPക്ക് ജയിക്കാൻ അവസരം ഉണ്ടായിക്കൊണ്ട്. ഇതാണോ ദേശീയ തലത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം? ഈ കേരളത്തിന്റെ ചുമതലയുണ്ടെന്ന് പറയുന്ന നമ്മുടെ KC വേണുഗോപാൽ ഉണ്ടല്ലോ, AICCയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം രാജസ്ഥാനിലെ പഴയ MLA രാജ്യസഭാംഗമായിരുന്നു. രാജസ്ഥാനിലെ നിയമസഭയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം രാജിവെച്ച് ഇവിടെ UP ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന അവസ്ഥ വന്നപ്പോ അവിടെ ആരാ ജയിച്ചത്? BJPയാണ്. അപ്പൊ BJPക്ക് ഈ രാജ്യത്ത് പാർലമെന്റിനകത്ത് അംഗത്വ ബലമുണ്ടാക്കി കൊടുക്കുന്ന വളരെ ഗൂഢാലോചനപരമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് കോൺഗ്രസിനുള്ളത്. അവർ പുറത്ത് എന്ത് പറഞ്ഞാലും അവരുടെ പ്രവർത്തനങ്ങൾ ഇൻ എഫക്ട് ഫലത്തിൽ BJPയെ ഈ രാജ്യത്ത് ശക്തിപ്പെടുത്തുകയാണെന്ന് നമ്മൾ കാണണം. അത് എത്തപ്പെടുന്ന ഒരു പ്രതിസന്ധിയുണ്ട് കേരളം പോലൊരു സമൂഹത്തിനകത്ത്. കേരളം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സമൂഹമാണ്. കോൺഗ്രസ്സുകാരനായ VD സതീശന് പോലും ഐ എം എ ലെഫ്റ്റ്, നെഹ്റുവിയൻ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സ്വയം ഞാനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് ചമയാതെ കേരളീയ സമൂഹത്തെ, ജനങ്ങളെ, വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. കാരണം ഇടതുപക്ഷം ഒരു പാർട്ടി പ്രസ്ഥാനം എന്നതിലപ്പുറത്ത് ഒരാശയം, ഒരു മനോഭാവം എന്ന നിലക്ക് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന മലയാളികൾക്ക് അത് വിവിധ പാർട്ടികളെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ ആളുകളും എന്താണ് ഇടതുപക്ഷപരമായ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടതുപക്ഷം BJP ഉയർത്തുന്ന ഈ കോർപ്പറേറ്റ് വർഗീയ അജണ്ടക്കെതിരായിട്ട് ഒരു ബദൽ നയം നടപ്പാക്കുകയാണ്. ആ ബദൽ നയത്തെ അംഗീകരിക്കാത്തവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. BJPക്കാരോടൊപ്പം ചേർന്ന് ആ ബദൽ നയത്തെ, കേരളം നേടിയെടുത്ത ക്ഷേമ വികസന ഘടനയെ തകർക്കാൻ മെനക്കെടുന്നവരാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ മുഖാമുഖം നേരിടുമ്പോൾ അവരെ സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് സാധ്യമായ ഒരു സാഹചര്യം അല്ലല്ലോ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ CPM സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു എന്ന് വരുമ്പോൾ തന്നെ പാർട്ടിയുടെ ഏറ്റവും അടിത്തറയുള്ള കണ്ണൂരിൽ വലിയ പൊട്ടിത്തെറി നമ്മൾ കാണുകയാണ്. 2 ഇടത്ത് പ്രധാനപ്പെട്ട 2 നേതാക്കൾ വിമതരായി നിൽക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ്.
മറ്റ് പലയിടങ്ങളിലും അത്തരം ചില അസ്വാരസ്യങ്ങൾ സ്വാഭാവികമായ രീതിയിൽ നിന്ന് മാറി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷം തന്നെ നേരിടുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു തർക്കം കോൺഗ്രസിൽ ഉടലെടുക്കുന്നത് ഒരു അനുകൂല സാഹചര്യമാകുന്നുണ്ടോ? കണ്ണൂരിലെ വിഷയങ്ങൾ അതുപോലും വലിയ രീതിയിൽ ചർച്ചയാകാത്ത തരത്തിൽ സുധാകരൻ നിങ്ങൾക്കൊരു മറ തീർക്കുകയാണോ ഇപ്പോൾ യഥാർത്ഥത്തിൽ? അല്ല, CPM-നകത്തുള്ള സംഭവങ്ങളെ രേണുവിന് ഒരു കാരണവശാലും സാമാന്യവൽക്കരിക്കാൻ കഴിയും. ഒറ്റപ്പെട്ട അപവാദങ്ങൾ ഇല്ല എന്നല്ല, അതുണ്ട്. ജി സുധാകരനുണ്ട്, TK ഗോവിന്ദൻ മാഷുണ്ട്, അവരൊക്കെ പക്ഷെ അവരെ എടുത്തിരിക്കുന്ന നിലപാട് CPM-ന്റെ സംഘടനാ ഗാത്രത്തെ, അത് ഈ സമൂഹത്തിനകത്ത് മുന്നോട്ട് വെച്ച കൃത്യമായ നിലപാടുകൾ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടികയെ ഒരർത്ഥത്തിലും ബാധിക്കുന്നില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് എത്രത്തോളം അരാജകവാദപരമാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് അറിയാം. ഇപ്പോ സജി ജോസഫ് എന്ന് പറയുന്ന ഈ കോട്ടയം DCC-യുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സജി ജോസഫ് എന്താണ്, അദ്ദേഹത്തിന് സീറ്റ് നിശ്ചയിച്ചാൽ കുട്ടനാടിൽ ഞാൻ സ്ഥാനാർത്ഥിയാവും, സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണ്. ഇത് ഒരു കുട്ടനാടിന്റെ പ്രശ്നം മാത്രമാണോ? ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും ഈ അവസ്ഥയുള്ളത്. പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ കാര്യത്തില് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൽ മാത്രമല്ല മുസ്ലിം ലീഗിൽ പോലും ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇടതുപക്ഷത്തിൽ CPM-നുള്ള CPM-ൽ പ്രശ്നമില്ല എന്ന് ഞാൻ പറയുന്നില്ല, CPM-ൽ ഉണ്ടാകുന്ന പ്രശ്നത്തെയും ഇതും ഒരേപോലെ നിങ്ങൾക്ക് സമീകരിക്കാൻ കഴിയുന്നത്? വളരെ വ്യത്യസ്തമായ CPM-ന്റെ സംഘടനാ സംവിധാനത്തിനകത്ത് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ നന്നായി മറികടക്കാൻ അത് കഴിയും. മറികടന്നല്ലോ മറികടക്കുകയും ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ, ഞങ്ങളുടെ വികസനത്തെയും ക്ഷേമത്തെയും സംബന്ധിച്ച കാഴ്ചപ്പാട്, നവകേരളത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് അത് വെച്ച് ജനങ്ങൾ അഭിസംബോധന ചെയ്യുകയാണ്. ഇവിടെ എന്റെ പുതിയുഗ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചാൽ ആ വേദി തന്നെ 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ഒരു മഹാനാണല്ലോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യാണല്ലോ ലിസ്റ്റ് 55 പേർക്കപ്പുറത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പോലും കഴിയാത്ത ഗതികേടില്, നിസ്സഹായതയിലാണ് കോൺഗ്രസ് നേതൃത്വം എത്തപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ മറ്റ് രാഷ്ട്രീയ എതിരാളികൾക്ക് പറയാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇത് പഴയ കോൺഗ്രസ് അല്ല, ഇതൊരു പുതിയ കോൺഗ്രസ് ആണ്, ഇതൊരു ടീം UDF ആണ്. ഞങ്ങളുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് ആവർത്തിച്ച് പറയുന്ന നേതാക്കളാണ് ഡൽഹിയിൽ ഇരിക്കുകയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടുന്ന സമയത്ത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഡൽഹിയിൽ ചർച്ച നടത്തുകയാണ്. കോൺഗ്രസ് പഴയ കോൺഗ്രസ് ആണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. രേണുവിന് അങ്ങനെ ഒരു വ്യാഖ്യാനം നടത്താൻ ഈ ചർച്ചയുടെ ഒരു പ്രധാന വിഷയം അവതരിപ്പിക്കുമ്പോൾ താങ്കൾക്ക് അങ്ങനെയൊക്കെ പറയാൻ അവകാശമുണ്ട്. കോൺഗ്രസ് പഴയ കോൺഗ്രസ് ആയാൽ പോരാ, കോൺഗ്രസ് പുതിയ കോൺഗ്രസ് ആവണം, കാലത്തിനൊത്ത് മാറണം തുടങ്ങിയ കാര്യങ്ങളാണല്ലോ ചർച്ചകളിലെല്ലാം കോൺഗ്രസിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില നേതാക്കളെങ്കിലും കോൺഗ്രസ് ആ പഴയ പാരമ്പര്യം വിട്ട് പുതിയ പാരമ്പര്യത്തിലേക്ക് വരണം, പുതിയ ശൈലിയിലേക്ക് മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നത് ഒരു തെറ്റല്ല. പക്ഷെ അതിൽ പൂർണ്ണമായി വിജയിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നത് പാർട്ടിയുടെ പരമ്പരാഗതമായ ചില സ്വഭാവ സവിശേഷങ്ങൾ കൊണ്ടാണ്. പാർട്ടിക്ക് അങ്ങനെ ഓൾ ഓഫ് എ സഡൻ ആയിട്ട് കോൺഗ്രസിന് കോൺഗ്രസ് അല്ലാതാവാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു പുതിയ കോൺഗ്രസ് ആയിട്ടൊക്കെ മാറാൻ പറ്റും. ഒരു പതുക്കെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് കൃത്യമായിട്ട് മാറാനും മറ്റാരേക്കാൾ മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു മുഴം മുമ്പേ കയറാനും ഒക്കെ കോൺഗ്രസിന് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതൊരു പൊതു തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും ഈ ഇത്തരം ഘട്ടങ്ങളിൽ ഓരോ മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആറ്റുനോറ്റിരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അവരുടെയൊക്കെ ഒരു ജീവിതകാല സ്വപ്നമാണ്. പലർക്കും ഈ തവണ അവസരം കിട്ടിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അവസരം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ പാർട്ടിയുടെ തീരുമാനമൊക്കെ എന്തായാലും ശരി, വ്യക്തിപരമായിട്ട് അവർ ഓരോരുത്തരും വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾക്ക് അർഹതയുണ്ട്, ഞങ്ങളാണ് ഏറ്റവും മിടുക്കർ, സമർത്ഥർ എന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവർ അവകാശം ഉന്നയിക്കുന്നു. ഒന്നിലേറെ പേരുകൾ വരുന്നു. അവരെല്ലാം അവരവരുടേതായ രീതിയിൽ പലതരത്തിലും പരിഗണിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് തീരുമാനമെടുക്കാൻ നേതാക്കളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. പലർക്കും പല താല്പര്യങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു കാലതാമസത്തിനിടയാക്കുന്നു. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണ്. VD സതീശൻ എന്ന നേതാവ് പുതിയ യാത്രയുടെ സമയത്ത് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു പറഞ്ഞാണ്. നേരത്തെ റോണി പറഞ്ഞതുപോലെ ആ പ്രഖ്യാപനം നീണ്ടുപോകാനും ചില കാരണങ്ങളുണ്ട്. കുറെ സീറ്റുകളിലൊക്കെ പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ പോയതിന് ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വൈകിപ്പോയാൽ ഈ സ്ഥാനാർത്ഥികൾ ഓടി തളരും എന്നൊരു സൂചന സാമ്പത്തികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ട് എന്നാണ് വിജ്ഞാപനം വരിക എന്നുള്ള കാര്യത്തിൽ വിഷുവിന് ശേഷമേ ഉണ്ടാകൂ തെരഞ്ഞെടുപ്പ് എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായി. സ്വാഭാവികമായിട്ട് അതിന്റെ പേരിൽ അങ്ങനെ അത് ഇത്തിരി വൈകി പ്രഖ്യാപിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് കൊണ്ട് അത് പെൻഡിങ്ങിൽ വെച്ചു. ഇത്തിരി വൈകിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ ഇതിനെ എല്ലാം അടച്ച് ന്യായീകരിക്കൊന്നുമല്ല.
ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് KPCC പ്രസിഡന്റ് ആയിരുന്നു, മുൻ മന്ത്രിയായിരുന്നു, ഇപ്പൊ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ കെ സുധാകരൻ എന്ന് പറയുന്ന MP കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം UDF-ന്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശും കോന്നിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട്ടത്തെ MP-ക്കും മോഹമില്ലായികയില്ല. അങ്ങനെ പലർക്കും മോഹമുണ്ട്. പക്ഷെ ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന MP-മാരും മത്സരിക്കേണ്ടതില്ല എന്നൊരു പൊതു നിലപാട് KPCC നേതൃത്വത്തിന് ഉണ്ടായിരുന്നവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചില്ല. തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ഹൈക്കമാൻഡിനും ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനമാണ്. ഒരു MP മത്സരിച്ചാൽ ഒരുപാട് MP-മാർ ആഗ്രഹം പ്രകടിപ്പിക്കും, അത് പിന്നെ വലിയ കൺഫ്യൂഷനിലേക്ക് പോകും, അത് വലിയ പ്രശ്നമാകും, അസംതൃപ്തിയാവും എന്നൊക്കെ വിചാരിച്ച് അത് ഒഴിവാക്കാൻ ശ്രമിച്ചു. ഒഴിവാകുന്നില്ല. സുധാകരൻ പിടിച്ച പിടിയാലെ നിൽക്കുന്നു. അതുപോലെ തന്നെ അടൂർ പ്രകാശും കോന്നിയിൽ മത്സരിക്കണം എന്ന തീരുമാനത്തിലാണ്. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കെ സുധാകരൻ ഇപ്പൊ ഈ കണ്ണൂരിൽ മത്സരിക്കുന്നത്, കെ സുധാകരൻ പറയുന്ന സീറ്റ് കഴിഞ്ഞ 2 തവണയായിട്ട് കോൺഗ്രസിന് കിട്ടാത്ത സീറ്റാണ്. ഇപ്പൊ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചാൽ ആ സീറ്റ് ഉറപ്പിക്കുമെങ്കിൽ കോൺഗ്രസിന് +1 ആണ്. ഇനി അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കാൻ ഏറ്റവും യോഗ്യനായ, ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ്. അവിടെ അടൂർ പ്രകാശിനാണ് ഏറ്റവും കൂടുതൽ വിന്നബിലിറ്റി എന്ന് സർവേകളിലൊക്കെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനൊരു മത്സരിക്കുന്നതിനോട് ലോക്സഭയിലേക്ക് പിന്നീട് വരുന്ന ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ച് നേടാൻ പറ്റുമോ എന്നൊരു സംശയം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ശ്രീ ജോർജ് കൊടിപ്പാറ, നോക്കൂ, ഇവിടെ ഇപ്പോൾ സുധാകരന്റെ വിഷയം അത് ഈ പുറമേക്ക് ഈ രീതിയിൽ വരാതെ പരിഹരിക്കുന്നതിൽ വലിയ വീഴ്ച നേതൃത്വത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടോ? സുധാകരൻ നേരിട്ട് വന്ന് 110% മത്സരിക്കുമെന്ന് പുറമേക്ക് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. അദ്ദേഹത്തിന്റെ സ്വഭാവം നേതാക്കൾക്ക് അറിയാവുന്നതാണ്, ഏതറ്റം വരെയും പോകുമെന്നത് വ്യക്തമായിരുന്നു. അപ്പോൾ അത് ഡീൽ ചെയ്തതിൽ വലിയ പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? അവിടെ ഈ KPCC-യുടെ പ്രസിഡന്റിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ, അതുമല്ലെന്നുണ്ടെങ്കിൽ AICC സെക്രട്ടറി KC വേണുഗോപാലിനോ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല. അതിനകത്തൊരു പോളിസി മാറ്റർ കൂടിയുണ്ട്. ഹൈക്കമാൻഡിന്റെ കൺകറൻസ് വേണം. കാരണം ഇവർ മത്സരിച്ചാൽ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഇവരിനി ജയിച്ചാൽ ഒഴിവ് വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് കണ്ണൂരിലായാലും ആറ്റിങ്ങലിലായാലും വീണ്ടും മത്സരിച്ചാൽ കോൺഗ്രസ് ജയിക്കുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് എല്ലാ നാനാവശങ്ങളും ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ഞാൻ വിചാരിക്കുന്ന അവർ രണ്ടുപേരും എടുത്ത തീരുമാനം വളരെ ഉത്തരവാദപ്പെട്ട നേതാക്കളാണ്, സീനിയർ മോസ്റ്റ് നേതാക്കളാണ്, ഒരുപാട് പദവികളും അധികാര സ്ഥാനങ്ങളിൽ ലഭിച്ചിട്ടുള്ളവരാണ്. അവര് പാർട്ടിയെ ഇതുപോലൊരു നിർണായക തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഒരു ടൈറ്റ് കോർണറിൽ എത്തിച്ചത് ഒരിക്കലും ഭൂഷണമായ അവർക്ക് യോജിച്ച കാര്യമല്ല. പാർട്ടിയുടെ അതിനോ അല്ലെങ്കിൽ ആ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് രണ്ടുപേർക്കും അത്ര യോജിച്ച നടപടി ആയില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ അറ്റകൈക്ക് ചില വാശികൾക്ക് മുമ്പിൽ പാർട്ടികൾ കീഴടങ്ങേണ്ടി വരില്ല. ഇപ്പോ അത്രത്തോളം ഒന്നും വരില്ലെങ്കിലും മലപ്പുറത്ത് P. അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിക്ക് കൊടുത്ത സീറ്റ് താനൂരാണ്. അദ്ദേഹം പറഞ്ഞത് താനൂരാണെങ്കിൽ ഞാൻ മത്സരിക്കില്ല, ഞാൻ ആ വഴിക്ക് വരില്ല. അദ്ദേഹം ഇന്ന് അവിടെ പോയില്ല. അവസാനം അദ്ദേഹത്തിന്റെ ആ വാശിക്ക് മുമ്പിൽ ഞാൻ താനൂർ മത്സരിക്കില്ല എന്നുള്ള പിടിവാശിക്ക് മുമ്പിൽ CPM പറഞ്ഞല്ലോ. CPM പോലൊരു പാർട്ടി അബ്ദുൾ റഹ്മാനോട് പോയി പണി നോക്കാൻ പറയുന്നതിന് പകരം എന്താ ചെയ്തത്? എങ്കിൽ നിങ്ങൾ തിരൂർ അങ്ങാടിയിൽ മത്സരിച്ചാൽ മതി, സീറ്റ് മാറ്റി. അപ്പൊ ഇതൊക്കെ എല്ലാ പാർട്ടികളും ചെയ്യുന്നുണ്ട്, എല്ലാ പാർട്ടികളിലും ഉള്ളതാണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഞാൻ അതിൽ KT കുഞ്ഞിക്കണ്ണന്റെ മറുപടിയിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ റോണി കെ ബേബി, നോക്കൂ, ഇവിടെ ഇപ്പോ സുധാകരന് മുന്നിൽ കീഴടങ്ങുന്നു പാർട്ടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയോ? KPCC അധ്യക്ഷൻ അവിടെ ശക്തമായ മത്സരം നേരിടുകയാണ്. പേരാവൂരിൽ KK ശൈലജ സ്ഥാനാർത്ഥിയായി വന്നു. കഴിഞ്ഞ തവണ അവിടുത്തെ സക്കീർ മത്സരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 3000 ചില്ലാനം വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മത്സരം നേരിടുകയാണ് KPCC അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ പോസ്റ്ററിന്റെ നടുക്ക് ഭീഷണി ഉയരുന്ന സന്ദേശം വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും. വാർത്താസമ്മേളനം വിളിച്ചതാണ്, അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയത്തില്ല. എന്തായാലും നേതാക്കൾ അനുനയിപ്പിച്ചാണ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന ഭീഷണി വരെ കെ സുധാകരൻ ഉയർത്തി എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇപ്പോൾ തന്നെ ഇതൊക്കെ പുറത്തായി, ചർച്ചയായി. ഡാമേജ് ഈസ് ഡൺ എന്ന ഒരു സാഹചര്യമാണോ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്? ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു, പക്ഷെ ഉണ്ടായില്ല. ഇനി പ്രശ്നങ്ങൾ പരിഹരിച്ചാലും തീരാത്ത തരത്തിലുള്ളൊരു ഡാമേജ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുള്ള ഒരു പദമാണ്. ഈ കോൺഗ്രസിന്റെ അകത്ത് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും, പിന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. കെ സുധാകരൻ ഞങ്ങളുടെ ഏറ്റവും ഉന്നതനായ നേതാവ്, അദ്ദേഹം എവിടെയെങ്കിലും സ്വതന്ത്രനായി മത്സരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്
അദ്ദേഹത്തിന് ഇച്ചിരി ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, നേരെ BJP-യിലേക്ക് പോകുന്നു, BJP-യുമായി ചർച്ച ചെയ്യുന്നു. ഈ മാധ്യമങ്ങൾ ഇങ്ങനത്തെ ഒരു വാർത്ത പ്രചരിപ്പിച്ചിട്ട് കോൺഗ്രസിനോട് ചോദ്യം ചോദിക്കുകയാണ്, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് മറുപടി പറയും? കെ സുധാകരൻ പത്രസമ്മേളനം നടത്താൻ പോവുകയാണ് എന്ന് അദ്ദേഹം ഒരു പറഞ്ഞിട്ടില്ല. ഇവിടെ രാവിലെ 7 മണിക്ക് മാധ്യമങ്ങൾ ലൈവ് തുടങ്ങുന്നത് കെ സുധാകരൻ 11 മണിക്ക് മാധ്യമങ്ങളെ കാണാൻ പോകുന്നു, അവിടെ കെ സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും സമ്മതിതനായ നേതാവാണ് അദ്ദേഹത്തിന്. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയവും പിന്നെ അത്രമാത്രം കൃത്യമായിട്ട് അറിയാവുന്ന മാധ്യമങ്ങൾക്ക് അങ്ങനെ തോന്നി പറയുന്നതല്ലല്ലോ. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കാൻ പറ്റില്ല, അദ്ദേഹം മാധ്യമങ്ങളെ വിമർശിച്ചു കളയും. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആഭ്യന്തര പ്രശ്നങ്ങളിൽ വലയുന്ന പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ നെക്കിട്ട് കയറുന്ന രീതിയിലാണ് പെരുമാറുന്നത്. ഇപ്പോൾ ഈ പാനലിൽ താങ്കൾക്കും മാധ്യമങ്ങളെ കോർണർ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഒരു നേതാവ് വാർത്താ സമ്മേളനം നടത്തുമെന്ന വിവരം ലഭിച്ചാൽ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാക്കളായിട്ടുള്ള VD സതീശനോടും സണ്ണി ജോസഫിനോടും ചോദിക്കുന്ന ആ രീതിയിൽ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടോ ഗോവിന്ദൻ മാഷിനോടോ ഒന്ന് ചോദിക്കാൻ കഴിയുമോ? എല്ലാ ചോദ്യങ്ങളും മാധ്യമങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രീ റോണി കെ ബേബി, ചോദിക്കേണ്ടവരോടൊക്കെ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞുകണ്ണൻ മാഷ് അദ്ദേഹം പറയുന്നത് കേട്ടു, വലിയ എന്തോ അപരാധങ്ങളാണ് ഇവിടെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്തോ വേണ്ട 11 MLA-മാര് മാറ്റി വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് കേരളത്തിന് പുറത്ത്. ഇവിടെ കേരളത്തിലെ അവസ്ഥ നോക്ക്, 6 മുൻ MLA-മാർ പാർട്ടി വിട്ടിരിക്കുക, അതിനകത്ത് 3 മുൻ MLA-മാർ BJP ചേർന്നിരിക്കുക, BJP ക്യാമ്പിൽ. അതൊന്നും അദ്ദേഹം കാണുന്നില്ല. ഇവിടെ 9ഓളം നേതാക്കന്മാരാണ് CPM-നെ അല്ലെ CPM വിട്ട് അല്ലെ LDF വിട്ട് അവർക്കെതിരെ സ്വതന്ത്രരായി റിബലുകളായി മത്സരിക്കാൻ പോകുന്നത്. CPM-ന്റെ കഴിഞ്ഞ 1957 കേരള നിയമസഭയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് തൊട്ട് കഴിഞ്ഞ 75 വർഷത്തെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഏതൊരു CPM-ന്റെ നേതാവ് റിബലായിട്ടോ സ്വതന്ത്രനായിട്ടോ നിന്ന് ചരിത്രം കേട്ടിട്ടുണ്ടോ? പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ കണ്ണൂര്, പാലക്കാട്, ആലപ്പുഴയിലൊക്കെ വലിയ ഉരുൾപൊട്ടലല്ലേ? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും സമ്പന്നതരായ 2 നേതാക്കന്മാരാണ് പത്രസമ്മേളനം നടത്തി CPM-ന്റെ അകത്ത് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട കുഞ്ഞുകണ്ണൻ മാഷ് പറയട്ടെ. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഉണ്ടായിരുന്ന A. വിജയരാഘവന്റെ ഭാര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇതാണോ പാർട്ടി CPM-ന്റെ ശൈലി എന്ന് പറയുന്നത്? ഇതാണോ CPM-ന്റെ രീതി എന്ന് പറയുന്നത്? ഇതാണോ CPM-ന്റെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത്? കോൺഗ്രസിനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ളത് നിങ്ങൾ കുടുംബാധിപത്യമാണ്, കുടുംബ ഭരണമാണ്. ഇവിടെ എന്താ ഇപ്പോൾ CPM-ൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആകുന്ന ആൾക്ക് എന്തെങ്കിലും നിയമപരമായ ധാർമ്മികമായിട്ടുള്ള അധികാരമുണ്ടോ? അയാൾ ഒഴിയുന്ന സീറ്റിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ നോമിനേറ്റ് ചെയ്യാമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഭരണത്തിലുണ്ടോ? ഇതല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ എത്രമാത്രം അപജയത്തിലൂടെ CPM കടന്നു പോകുന്ന അവിടെ 2 നീതിയല്ലേ? പിണറായി വിജയനൊപ്പം നിൽക്കുന്നവർക്ക് ഒരു നീതി. ശൈലജ ടീച്ചറിനെ പോലെയുള്ള സമുന്നതരായ നേതാക്കളോട് പറയുകയാണ്, ഒന്നെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സീറ്റിൽ പോയി മത്സരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കുക, അവരുടെ സിറ്റിംഗ് സീറ്റിൽ നമ്മളെ ഓടിക്കുക. പിണറായി വിജയന് താല്പര്യമുള്ളവർക്ക് ഒരു മാനദണ്ഡം, പിണറായി വിജയന് താല്പര്യമില്ലാത്ത മറ്റൊരു മാനദണ്ഡം. ഇത്രമാത്രം ജനാധിപത്യ വ്യക്തമായിട്ട് CPM അതിന്റെ സംഘടനാ രീതിയും തെരഞ്ഞെടുപ്പ് രീതിയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ധാർമ്മികമായ അവകാശമുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിമർശിക്കാനായിട്ട്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ട് പരിശോധിക്കേ. ഇതിനു മുമ്പ് ഇത്രയും വേഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിച്ച ഒരു ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് യാത്രയ്ക്ക് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് 3 ദിവസത്തിനകം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 95 സ്ഥാനാർത്ഥികൾ തുടങ്ങാൻ പോവുകയാണ് എന്നത് അതിന്റെ മെരിറ്റ് നിങ്ങൾ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ 48 മണിക്കൂർ നിങ്ങൾ ഈ 48 മണിക്കൂർ മിനിറ്റും പിന്നെ മണിക്കൂറും സെക്കൻഡ് നിങ്ങൾ എണ്ണി കാത്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് എണ്ണിയത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കിൽ നിന്നാണല്ലോ, അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ വാക്കുകളിൽ നിന്നാണല്ലോ. അതും മാധ്യമങ്ങളുടെ തെറ്റാണോ? പരിശോധിച്ചാൽ താങ്കൾക്ക് തന്നെ യൂട്യൂബിൽ നിരവധി വീഡിയോകൾ 24 മണിക്കൂറെന്നും യാത്രക്കിടയിൽ വരുമെന്ന് പറയുന്നത് കാണാം. അതങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ വൈകുമ്പോൾ എന്തുകൊണ്ട് വൈകുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായും വരുന്നുള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. പണ്ട് കുറച്ചുനാൾ മുമ്പായിരുന്നെങ്കിൽ വടക്കേ ഇന്ത്യയിലേക്ക് നോക്കി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ BJPക്ക് ഒരു MLA സംഭാവന ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്ന് അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസിന് പറയാൻ ഒരുപാട് കണക്കുകളുണ്ട്. അല്ല, കോൺഗ്രസ് ഇന്നെത്തപ്പെട്ട ഒരു അപജയം ഒരു സ്ഥാനാർത്ഥി പട്ടിക പോലും ഉണ്ടാക്കാൻ കഴിയാത്ത തരത്തിൽ അതിനകത്ത് വളർന്നു വന്നിരിക്കുന്ന വൈരുദ്ധ്യങ്ങളും അതിന്റെ ഫലമായിട്ടുള്ള സംഘർഷങ്ങളും അത്ര ചെറുതല്ല.
CPM-നകത്ത് പ്രശ്നമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു സംഘടനാ സംവിധാനം അതിശക്തമായി നിലനിൽക്കുന്നത്. ഞങ്ങളുടെ ഒരു കാര്യത്തിലും എന്താണ് ഒരു നീട്ടിവെക്കൽ വന്നിട്ടില്ലല്ലോ. ഞങ്ങൾ അതില് പ്രതിഷേധമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്, അവർ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നിങ്ങള് PK ശശിയുടെ കാര്യമൊന്നും ഇതുമായിട്ടൊന്നും ബന്ധിപ്പിക്കരുത് കേട്ടോ. PK ശശി എന്തിന്റെ പേരിലാണ് പാർട്ടിയിൽ നടപടിയെടുക്കപ്പെട്ടത്, ഘടകങ്ങളിൽ നിന്ന് താഴ്ത്തപ്പെട്ടത് എന്ന കാര്യമൊക്കെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്നതാണ്. കേരളീയ സമൂഹത്തിന് ആകെ അറിയാവുന്ന കാര്യമാണ്. ഇവിടെയുള്ള വിഷയം എന്താണ്? ഇപ്പോ റോണി ഇവിടെ പറയുന്നത് എന്താണ്? ഞങ്ങളെ പാർട്ടിയിലും കുടുംബവാഴ്ചയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാജീവ് ഗാന്ധിയുടെ മരണശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്ന സോണിയാഗാന്ധിയെ പോലെയല്ല ശ്യാമള ടീച്ചർ, ബിന്ദു ടീച്ചർ. ഗോവിന്ദമാഷ് വിവാഹം കഴിക്കുന്നതിന് മുമ്പും വിജയരാഘവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പും വിദ്യാർത്ഥി മഹിളാ രാഷ്ട്രീയ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ആളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UUC ആയിരുന്ന ഒരാളാണ് പഠിക്കുന്ന കാലത്ത് ശ്യാമള ടീച്ചർ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കണ്ണൂരിലെയും കേരളത്തിലെയും പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ പുരുഷന്റെ ഭാഗമായിട്ട് മാത്രം സ്ത്രീയെ കാണുന്ന, പുരുഷന്റെ ഭാര്യയാണ് സ്ത്രീ എന്ന രീതിയിൽ പരിമിതപ്പെടുത്തി, അങ്ങനെ സീമിതപ്പെടുത്തി കാണുന്ന ഒരു സ്മൃതി സംസ്കാരമുണ്ട്. വൈദിക സ്മൃതി, മനുസ്മൃതി അനുസരിച്ചുള്ള ഒരു സംസ്കാരമുണ്ട്. ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും ശ്യാമള ടീച്ചർ വെറും ഭാര്യയാണെന്ന് പറഞ്ഞത്. ശ്യാമള ടീച്ചർ ഭാര്യയല്ല. അവർ 25 വർഷം മുമ്പ് ഈ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ആളാണ്. അവർ സാമൂഹ്യ രംഗത്ത് എല്ലാ കഴിവുകളും തെളിയിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് തെളിഞ്ഞു വന്ന ഒരു ജനകീയത തെളിഞ്ഞു വന്ന ഒരു വ്യക്തിത്വമാണ്. അവർക്ക് സ്ഥാനാർത്ഥിയാവാം. അവർ സ്ഥാനാർത്ഥിയാക്കുന്നതിനായിട്ട് ചിലപ്പോൾ പാർട്ടിക്കകത്ത് വിമർശനം ഉണ്ടാകാം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിനകത്ത് അതിനകത്ത് ആ വിമർശനം ഉന്നയിക്കാം, ചർച്ച ചെയ്യാം, ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനമെടുക്കും. പക്ഷെ പരസ്യമായി അതിനെ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ സംസ്കാരത്തിന് വിരുദ്ധമായ ഒന്നാണ്. അത്തരം ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ എടുത്ത് കോൺഗ്രസിനകത്ത് ഇന്നുണ്ടായിരിക്കുന്ന പരസ്പരം വെട്ടിപ്പിളരുന്ന, ഞാനിപ്പോ കോഴിക്കോട് നിന്നാണ് രേണു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്താ സ്ഥിതി? മുല്ലപ്പള്ളിയെ പോലൊരു സീനിയർ നേതാവ്, അയാൾ അല്പം മിതത്വം കാണിക്കുക. അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടി 4 സംഘം പ്രവർത്തിച്ചു എന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ പറയുന്നതല്ല, ഇവിടുത്തെ മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് പറയേണ്ടി വരുന്നു. അവിടെ ജില്ലയിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഷാഫിയും പ്രവീൺ കുമാറും അതേപോലെ MK രാഘവനും ചേർന്നാണ്. ഈ സംഘമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സീനിയറായ നേതാവായിരിക്കുന്ന മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ അവഗണിക്കപ്പെടുകയാണ്. മുല്ലപ്പള്ളി ഒരു മര്യാദ കാണിക്കുകയാണ്, സുധാകരന് മര്യാദ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സുധാകരന്റെ സീനിയർ എന്ന് പറയുമ്പോൾ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അവരൊക്കെ മത്സരിച്ചിട്ടുള്ളവരാണ്. മറ്റൊരു MP ആയിരുന്നു കൊണ്ടാണ് സുധാകരൻ ഈ സമ്മർദ്ദം ഉയർത്തുന്നത് എന്നത് കൂടി നമ്മൾ കാണണമല്ലോ. അവസരം കിട്ടാത്തതിന്റെ പ്രശ്നമല്ല, പക്ഷേ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ഇവിടെ ഇപ്പോൾ CPM ടേം വ്യവസ്ഥകൾ കൊണ്ടുവന്നല്ലോ. അത് കഴിഞ്ഞ തവണയുണ്ട്, ഇത്തവണയില്ല. അതൊക്കെ ഓരോ സാഹചര്യങ്ങളും സാധ്യതകളും പരീക്ഷിക്കുകയാണല്ലോ. മറ്റു ചില താല്പര്യങ്ങൾ കൂടി പറയുന്നു. ഇവിടെ ഇപ്പോൾ ഇന്ന് ബിനോയ് വിശ്വം ഉൾപ്പെടെ വലിയ പരിഹാസം 24 മണിക്കൂർ കഴിഞ്ഞു എന്ന് പറയുകയാണ്. പക്ഷേ നേരത്തെ റോണിക്ക ബേബി സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് വിമത പ്രശ്നമായാലും മറ്റു പ്രശ്നങ്ങളായാലും. CPM ഒരു ഇടത്ത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റുന്ന സാഹചര്യം. വി അബ്ദുറഹ്മാൻ 3-ാം ദിവസവും പ്രചരണത്തിനിറങ്ങാത്ത ഘട്ടത്തിലാണ് അങ്ങനെ മാറ്റേണ്ടി വരുന്നത്. ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നത് CPM-നെ സംബന്ധിച്ച്. മറ്റൊന്ന്, MLA-മാർ നോക്കൂ, നാട്ടികയിൽ ആരാണ് മത്സരിക്കാൻ പോകുന്നത്? അദ്ദേഹം MLA സ്ഥാനം പോലും രാജിവെച്ചിട്ടില്ല. ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുകയാണ്. അദ്ദേഹം BJP-യുടെ സ്ഥാനാർത്ഥിയാകാൻ പോവുകയാണ്. വൈക്കത്താരാണ് സ്ഥാനാർത്ഥി? അദ്ദേഹം CPI-യുടെ 2 തവണ CPI-യുടെ MLA ആയി വന്നിട്ടുള്ള വ്യക്തിയാണ്. അവർ BJP-യിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ഇവിടെ ചാനൽ ചർച്ചയിൽ വന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയും തെരഞ്ഞെടുപ്പിലും ഒക്കെ പറയാൻ ഇപ്പോൾ മറ്റു കണക്കുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലുണ്ട്. അതിന്റെ ഗ്രാവിറ്റിയിൽ വ്യത്യാസമുണ്ടെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്കും രേണുവിനും ഒരുപോലെ അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ വി അബ്ദുറഹ്മാൻ അദ്ദേഹം ഒരു സ്വതന്ത്രനാണ്. CPM അംഗമല്ല കേട്ടോ വി അബ്ദുറഹ്മാൻ. അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലക്കാണ് അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചതും ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം പാർട്ടി നിശ്ചയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. റഹീം ക കുന്നമംഗലത്ത് മത്സരിക്കുന്നത് പാർട്ടി നിർദ്ദേശിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ചിഹ്നം കൊടുക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ചിഹ്നം കൊടുക്കുമല്ലോ പാർട്ടി നിശ്ചയിക്കുന്ന. വി അബ്ദുറഹ്മാന്റെ സംഭവവും അദ്ദേഹം പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ. അദ്ദേഹം തിരൂരാണ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്. താനൂർ അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പ്രദേശം തിരൂരാണ്. അവിടെയാണ് മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തില് സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല പാർട്ടി.
സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുമോ? ആ കാര്യത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ തിരൂരിലേക്ക് മാറ്റി. അതുപോലെയാണോ ഇപ്പൊ സണ്ണി ജോസഫിന്റെ പോസ്റ്ററിന് പേരാവൂരില്ലേ, അത് എന്താണ് നമ്മളാരും കാണാത്തത്? അദ്ദേഹത്തിന്റെ മുഖത്ത്, ആ പോസ്റ്ററിൽ മുഖത്ത് കൊണ്ടുപോയി ഒട്ടിച്ചിരിക്കുകയാണ്, പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ആരുടെ പേരിലാണ് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്? KS ബ്രിഗേഡിന്റെ പേരിലാണ്, K സുധാകരൻ ബ്രിഗേഡിന്റെ പേരിലാണ് അവിടെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. വ്യാപകമായ രീതിയിൽ പാർട്ടിക്കകത്ത് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു യുദ്ധപ്രഭുവിനെ പോലെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ്. ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലെയല്ല. ഇവിടെ തീർച്ചയായിട്ടും ഞാൻ രേണു പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെ ഗൗരവമായിട്ട് കാണിക്കുകയാണ്. ഇപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ഒക്കെ ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ച ഒരാള് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ സംഘപരിവാറിന്റെ ഒരു രാഷ്ട്രീയ മുഖത്തേക്ക് സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഗൗരവമുള്ള പ്രശ്നമാണ്. അത് ഞാൻ വളരെ ഗൗരവമായ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മുടെ സമൂഹത്തിനകത്തും പ്രസ്ഥാനങ്ങൾക്കകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യയശാസ്ത്രപരമായ ഒരു ശോഷണത്തിന്റെ, ഒരു ദൗർബല്യത്തിന്റെ ഒരു പ്രശ്നം അതിലുണ്ട്. അത് ഗൗരവമായിട്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം, അതൊരു തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ അപ്പുറത്തുള്ള വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഗൗരവമായിട്ട് തന്നെ കാണണം. പ്രത്യയശാസ്ത്ര നിരപേക്ഷത നമ്മുടെ സമൂഹത്തെയും പ്രസ്ഥാനങ്ങളെയും എല്ലാം സ്വാധീനിക്കുകയാണ്. അത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണേണ്ട ഒരു പ്രശ്നമാണ്. അതിനെ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ട് ചുരുക്കി കാണേണ്ടതില്ല. ഈ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് എത്തപ്പെട്ട പ്രതിസന്ധി ഇടതുപക്ഷത്തിനില്ല. അതൊരു വസ്തുതയാണ്. വസ്തുത ആദ്യം അംഗീകരിച്ചിട്ട് ഇടതുപക്ഷത്തിൽ പ്രശ്നമൊന്നുമില്ല എന്നല്ല, കോൺഗ്രസ് എത്തപ്പെട്ടതുപോലുള്ള ഒരു പ്രതിസന്ധി, ഒരു തീക്ഷ്ണമായ ഒരു അവസ്ഥ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനില്ല. ഇടതുപക്ഷം എല്ലാം വളരെ സ്മൂത്തായിട്ട് ചെയ്തു പോവുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള സംഘടനാപരമായ ഒരു നേതൃത്വ ശേഷി ഇടതുപക്ഷത്തിനുണ്ട്. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു ആദ്യ മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി, അവരൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബഹുദൂരം മുന്നിൽ പോയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും സ്വകാര്യ സംഭാഷണത്തിൽ അടക്കം പറയുന്ന ഒരു കാര്യം, ഈ നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്നൊരു സംശയമാണ് കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെ പോലും പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാന ഘടകം. നമ്മൾ ഫീൽഡിലൊക്കെ ഇറങ്ങി അവരോടൊക്കെ സംസാരിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇവിടെ ഇപ്പോൾ നോക്കൂ, തെരഞ്ഞെടുപ്പ് പ്രചരണം മറ്റ് പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞ ഈ ഘട്ടത്തിലും നേതാക്കൾ ഡൽഹിയിൽ പോയി അടികൂടുകയാണ്. ഇവരിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫലം അനുകൂലമായാൽ എന്നൊരു ചിന്ത ജനങ്ങളിൽ ഉണ്ടാകില്ലേ? വലിയ രീതിയിൽ ഒരു മോശം ഇമേജ് നൽകിയിട്ടില്ലേ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണിയായാലും അതിന് വഴങ്ങേണ്ടി വരുന്ന സാഹചര്യമായാലും ഒക്കെ? രേണുവിന്റെ ഈ ആശങ്ക ഒരു പരിധിവരെ ശരിയാണ്. അങ്ങനെ അല്ല എന്ന് പറയുന്നത് വസ്തുതകളെ നിഷേധിക്കുന്നത് ആണെന്നും എനിക്ക് അഭിപ്രായം. ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷെ അത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കാൻ പോകുന്ന ഘടകം എന്നൊക്കെ വരുത്തി തീർക്കുന്നതിൽ വലിയ കഥയില്ല. കോൺഗ്രസിൽ ഇത്തരം തർക്കങ്ങളൊക്കെ പഴയ കാലത്തെ അപേക്ഷിച്ച് ഗ്രൂപ്പ് യുദ്ധമൊക്കെ കൊടുമ്പിരി കൊണ്ട കാലത്ത് ഗ്രൂപ്പിന്റെ പേരിൽ വിമത സ്ഥാനാർത്ഥികളെ വരെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഭേദപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പൊ ഇന്നലെ പ്രഖ്യാപിച്ച 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കാര്യമായ അവസരങ്ങളൊന്നും എവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ പാർട്ടിക്കകത്ത് ആ ലിസ്റ്റ് പുറത്തുവിടാൻ ഡൽഹി വരെ പോവേണ്ടതുണ്ടായിരുന്നില്ല. അമ്മാതിരി തർക്കമില്ലാത്ത സീറ്റുകളായിരുന്നു അത്. അല്ല, തർക്കമില്ല എന്ന് പറഞ്ഞ നേതാക്കളെ തർക്കിക്കാത്ത സീറ്റുകളാണ്. അവർ തമ്മിൽ യോജിച്ച് ഏറ്റവും അനുയോജ്യരെന്ന് സർവേയിലൊക്കെ തെളിഞ്ഞ സീറ്റുകളാണ്. ഇവിടെ പ്രശ്നം എന്താണ്? ഇപ്പൊ കോൺഗ്രസിനകത്ത് പരിശോധിച്ചാൽ ഇപ്പൊ ആലപ്പുഴയിൽ കോൺഗ്രസിൽ നിന്നുണ്ടായ രാജിയൊക്കെ എന്തിന്റെ പേരിലാണ്? G സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നതിന്റെ പേരിൽ ആലപ്പുഴയിൽ പല നേതാക്കളും DCC വൈസ് പ്രസിഡന്റ് അടക്കം രാജിവെക്കും. ഇപ്പോ ഇവിടെ പയ്യന്നൂര് കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നതിന്റെ പേരിൽ അവിടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ എതിർക്കുന്നു. അതുപോലെ നമ്മുടെ MT ഗോവിന്ദനെ അല്ലെ CT ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ അവിടെയും ചില സ്വരങ്ങളും അസംതൃപ്തികളും വരുന്നു. അതുപോലെ തന്നെ ഒരുപക്ഷെ പാലക്കാട് PK ശശിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ അവിടെയും എതിർപ്പുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ CPM-ല് ഇവിടെ എന്താ കാണേണ്ട കാഴ്ച? മുസ്ലിം ലീഗിൽ 36 കൊല്ലം നിന്ന അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി CPM-ലേക്ക് വന്നാൽ ആ നിമിഷം സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയാണ്. ഒരു സഖാവും ഇല്ല പ്രതിഷേധിക്കാൻ. അതായത് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയുടെ രാഷ്ട്രീയം എന്തായിരുന്നു? അതല്ലെന്നുണ്ടെങ്കിൽ ഷാഫി ചാലിയത്തിന്റെ രാഷ്ട്രീയം എന്താണ്? ഇതൊക്കെ CPM-ലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ രണ്ടുപേരും ചാനൽ ചർച്ചകളിൽ CPM വിരുദ്ധത പറഞ്ഞിടത്തോളം, CPM-നെ ആക്രമിച്ചിടത്തോളം ഒരുപക്ഷെ UDF-ലെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ ആരും തന്നെ ആക്രമിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അവരുടെ മാതൃ സംഘടന വിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസ് വിട്ട്, മുസ്ലിം ലീഗ് ആണെങ്കിൽ മുസ്ലിം ലീഗ് വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരന്ന് വരെ ചെയ്തത് ഒന്നും ഒരു പാപമല്ല. എല്ലാ പാപങ്ങളുടെയും
എന്താ പരിഹാരം എത്ര പെട്ടെന്നാണ്. പാർട്ടിക്കകത്ത് ഒരു ചെറുവിരൽ പോലും അല്ലെങ്കിൽ ഒരവസരം പോലും വരുന്നില്ല. കാലങ്ങളോളം പോസ്റ്റർ ഒട്ടിച്ചും ചുമരെഴുതിയും മുദ്രാവാക്യം വിളിച്ചും തല്ലുകൊണ്ടും ജയിലിൽ കിടന്നും ഉള്ള പ്രവർത്തകർക്ക് അല്ലെങ്കിൽ കൊള്ളാവുന്നവർക്ക് ഒരു മത്സരിക്കാനോ അവസരം അതിനെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കാൻ ആർക്ക് പറ്റും എന്നൊരു ചോദ്യമില്ലേ? കോൺഗ്രസും എന്താണ് ചെയ്യുന്നത്? അവിടെ നിന്ന് പിണങ്ങി വരുന്ന അസംതൃപ്തരായവരെ മത്സരിപ്പിക്കുകയാണ്. യാതൊരു അവിടെ ഒരു വ്യത്യാസമുണ്ട്. പി കെ ശശി പോലും അതിൽ ഉൾപ്പെടുമ്പോൾ അതിൽ പി കെ ശശി പോലും ഉൾപ്പെടുന്നു എന്നതാണ്. ഈ 140 മണ്ഡലങ്ങളിലും അതെന്തിനാണ് എന്ന് വിശദീകരിക്കേണ്ടി വരും. രേണു, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത് രണ്ട് പാർട്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. കോൺഗ്രസിലാവുമ്പോൾ ചോദിക്കാനും പറയാനും ആളുണ്ട്, പ്രവർത്തകര് എതിര് പറയും, അവര് മുദ്രാവാക്യം വിളിക്കും, അവർ പോസ്റ്റർ ഒട്ടിക്കും, അല്ലെങ്കിൽ അവര് പ്രകടനം നടത്തും, നേതാക്കളോട് പിടിച്ചു നിർത്തി മുഖത്ത് നോക്കി ചോദിക്കും. CPM-ൽ അങ്ങനെയില്ല. അവിടെ ആരും ചോദിക്കാനില്ല. നേതൃത്വത്തിൽ തീരുമാനിക്കുന്നു. സരിനെ എന്ത് യോഗ്യതയുടെ പേരിലാണ്, എന്തിന്റെ പേരിലാണ് കഴിഞ്ഞ തവണ സരിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത്? തലേ ദിവസം വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇട്ട ആളെന്നുള്ള നിലയ്ക്കാണ്. ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് സരിൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. സരിൻ പിറ്റേ ദിവസം CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സരിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അങ്ങനെ KP അനിൽകുമാർ എവിടെ പോയി? അതുപോലെ പ്രശാന്ത് എവിടെ പോയി? അങ്ങനെ പലരും എവിടെ പോകുന്നു? പട്ടിക തന്നെയുണ്ട്. അപ്പൊ ഇതുപോലെ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, അതായത് ഇപ്പൊ കൂടുതൽ എതിർപ്പുണ്ടാകുന്നത് ഈ സാധാരണ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മധ്യനിരയിൽ നിൽക്കുന്ന നേതാക്കൾക്കൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് മോഹങ്ങൾ ഉണ്ടാവും. അവരാഗ്രഹിക്കുന്നതാണ് ഒരവസരം കിട്ടുമെന്ന്. അത് വേറെ ചില സാഹചര്യങ്ങളിൽ തട്ടി തൂവപ്പെടുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുന്നതും CPM-ൽ പോലും പ്രതിഷേധിക്കുന്നു. ഇത്ര അച്ചടക്കത്തിലും പാർട്ടിയുടെ ചട്ടക്കൂടിലും പ്രത്യയശാസ്ത്രപരമായ സ്റ്റഡി ക്ലാസ്സുകളിലും ഒക്കെ ഇത് ചെയ്ത് തനി കേഡറായിട്ട് ഉണ്ടാവുന്ന പാർട്ടിയിൽ പോലും അവസരവും എതിർപ്പും പ്രതിഷേധവും വരുമ്പോൾ അത്തരത്തിലുള്ള പാർട്ടി ക്ലാസ്സുകളൊന്നും ഇല്ലാതെ ഇതിനുവേണ്ടി അവസരങ്ങൾക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടിയൊക്കെ കോൺഗ്രസ് പോലുള്ള ഒരു ജനാധിപത്യ സംഘടനയിൽ പ്രതിഷേധം വരുന്ന സ്വാഭാവികമാണ് എന്ന് കരുതി സുധാകരൻ ഉയർത്തിയ പ്രതിഷേധത്തെയോ അല്ലെങ്കിൽ അടൂർ പ്രകാശ് ഉയർത്തുന്ന പ്രതിഷേധത്തെ ഒന്നും ഞാൻ പിന്തുണയ്ക്കുന്നില്ല. ഇത്തരം പ്രതിഷേധങ്ങൾ ഇത്തവണ ഒരു ജീവൻ മരണ പോരാട്ടം നടത്തുന്ന വേളയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ലാത്തതായ പലതുമാണ് ഇപ്പൊ നടക്കുന്നത്. അത് അണികളെ നിരാശപ്പെടുത്തും, അവരുടെ സാധ്യതകളെ വല്ലാതെ ബാധിക്കും. ഇത് അവരവകാശപ്പെടുന്ന പോലെ ഒരു ചില്ലറ പോരാട്ടമല്ല, നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. CPM-നും ഏതാണ്ട് സമാനമായ അവസ്ഥയുണ്ട്. നഷ്ടപ്പെടാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണ്. കാരണം മറ്റെവിടെയും അവർക്ക് വിദൂര സാധ്യത പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ പിന്നെ കേരളം അവർക്കും വിട്ടുകളയാൻ പറ്റില്ല. പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ വിധത്തിൽ ഉള്ള നേതൃതലത്തിൽ തന്നെ വീഴ്ചകൾ സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണണം. ശ്രീ റോണി കെ ബേബി, നോക്കൂ, ഇവിടെ ഇപ്പോ ഇത് നേതാക്കളുടെ തന്നെ ഒരു പിടിവലി കൂടിയാണല്ലോ. ആർക്ക് പാർലമെന്ററി പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ പറ്റും, ആ രീതിയിൽ MLA-മാരുടെ പിന്തുണ കൂടി ഉറപ്പാക്കുക എന്ന തരത്തിലാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അതും ഈ ചർച്ചകൾ നീണ്ടുപോകാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തർക്കങ്ങളാണോ ഇപ്പോൾ മറ്റൊരു പരിധിവരെ ഈ ചർച്ചകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ കാരണം? നേതാക്കന്മാരുടെ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് പലരും പോസ്റ്റർ അടിച്ച് പ്രചരണത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ഒരേ മണ്ഡലത്തിലേക്ക് തന്നെ രണ്ടുപേർ അവകാശവാദവുമായിട്ടൊക്കെ രംഗത്ത് വരുന്ന അല്ലെങ്കിൽ തയ്യാറെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള തർക്കം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. രേണു, ഈ വിഷയത്തില് കോൺഗ്രസ് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഏത് സംസ്ഥാനം ആയിക്കോട്ടെ, അത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏത് സംസ്ഥാനമാണെങ്കിലും പാർട്ടി അവിടെ വിശ്വസിക്കുന്ന കളക്റ്റീവ് ലീഡർഷിപ്പിലാണ്. ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും സമുന്നതരായ നേതാക്കൾ അവർക്കെല്ലാവർക്കും കൃത്യമായിട്ടുള്ള ചുമതല നൽകും, കൃത്യമായ റോള് നൽകും. ഇപ്പൊ തന്നെ കേരളത്തിലേക്ക് നോക്കുക, ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ ഇപ്പോൾ പ്രചരണ കമ്മിറ്റിയുടെ തലവൻ അദ്ദേഹമാണ്. അതുപോലെ ശശി തരൂർ, അദ്ദേഹം കോൺഗ്രസിന്റെ പാർട്ടി കമ്മിറ്റി അംഗമാണ്. അതിന്റെ ഈ പ്രചരണ സമിതിയുടെ ഉപാധ്യക്ഷൻ ശശി തരൂരാണ്. ഇവിടെ മാധ്യമങ്ങളെല്ലാം ഒരുപാട് വിമർശിച്ചുകൊണ്ടിരുന്നു. കോൺഗ്രസ് ശശി തരൂരിനെ ഒഴിവാക്കുന്നു, അദ്ദേഹത്തെ പിന്നെ ഉപയോഗിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉപയോഗിക്കുന്നില്ല. വളരെ കൃത്യമായി തന്നെ ശശി തരൂരിനെ ഇവിടെ പ്രചരണ വിഭാഗത്തിന്റെ പിന്നെ ഉപാധ്യക്ഷനാക്കിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് വളരെ കൃത്യമായി കോൺഗ്രസിന് ഒരു സംഘടനാ രീതിയുണ്ട്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കാൻ വേണ്ടി കോൺഗ്രസിന് വളരെ കൃത്യമായിട്ടുള്ള അതിന്റെ ഒരു രീതിയുണ്ട്, ശൈലിയുണ്ട്. അതിനെക്കുറിച്ച് ആരും ആശങ്കപ്പെടേണ്ട. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഒരു നേതാവ് വിചാരിച്ചാൽ ഒരിക്കലും പിന്നെ കോൺഗ്രസിനെ ജയത്തിലേക്ക് കൊണ്ടുവരേണ്ട കഴിയില്ല. കോൺഗ്രസിന്റെ ചരിത്രം അങ്ങനെയാണ്. നമ്മൾ നോക്കുക, ഒരു കാലഘട്ടത്തില് ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരൻ ഉണ്ടായിരുന്നു, ശ്രീ A K ആന്റണി ഉണ്ടായിരുന്നു,
അവരുടെ ഒരു ടീം വർക്കായിരുന്നു ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം രമേശ് ചെന്നിത്തല വന്നു, ഉമ്മൻചാണ്ടി സാർ വന്നു, അവരുടെ ഒരു ടീം വർക്ക് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഇത് അടുത്തൊരു ടീം വർക്ക് പിന്നെ പാർട്ടിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാം കൂടെ ഉള്ള ഒരു ജോയിന്റ് എഫേർട്ടിന്റെ ഫലമായിട്ട്, എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടി, ഞാൻ അതിനെ അഭിമാനിക്കുന്നു. കോൺഗ്രസിനെ ഒരു പാർട്ടി എന്നതിനേക്കാൾ ഈ രജനി കോത്താരിയെ പോലെയുള്ള പൊളിറ്റിക്കൽ തിങ്കേഴ്സ് അവർ കോൺഗ്രസിനെ വിശേഷിപ്പിക്കുന്നത് ഇറ്റ്സ് എ മൂവ്മെന്റ് എന്നാണ്. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ പാർട്ടി, ഇറ്റ്സ് എ മൂവ്മെന്റ്. കാരണം ഇതിന്റെ അകത്ത് ഒരുപാട് തരത്തിലുള്ള എലമെന്റുകൾ ചേരുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ആ വ്യത്യസ്ത അഭിപ്രായങ്ങളെ സമന്വയിപ്പിക്കുന്നിടത്താണ്. അല്ലാതെ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ വിരുദ്ധ അഭിപ്രായങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ മുഖത്ത് 52 വെട്ടുവെട്ടിക്കൊണ്ട് അതല്ല കോൺഗ്രസിന്റെ ശൈലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നേതാവ് എതിരഭിപ്രായം പറഞ്ഞാൽ അന്നേരം അയാളെ പടിക്ക് പിന്നെ പുറത്ത് പിണ്ടം വെക്കുക എന്നതല്ല കോൺഗ്രസിന്റെ ശൈലി എന്ന് പറയുന്നത്. വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടോ? ആ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ വിരുദ്ധ അഭിപ്രായങ്ങളെ പോലും ജനാധിപത്യ ബോധത്തോടു കൂടി അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ തീരുമാനമെടുത്തു മുന്നോട്ട് പോവുകയാണ്. ഒരു തീരുമാനമെടുത്താൽ, കാരണം ഒരു കൺസെൻസസിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നത് പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരുടെയും പൂർണ്ണ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ആ തീരുമാനം എടുക്കണം വരെ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാം. പോക്കറ്റിൽ പണമുണ്ടോ, അവർക്ക് പോസ്റ്റ് അടിച്ചു വെക്കാം. കാരണം എന്താ, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ ഉടനെ പോസ്റ്റ് അടിക്കണം. ഇപ്പോൾ എന്താ അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്താം. ഇതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. പാർട്ടി ഹാസ് ടേക്കൻ എ ഡിസിഷൻ. പാർട്ടിക്ക് ഒരു ഒറ്റ സ്ഥാനാർത്ഥി ഉണ്ടാവുള്ളൂ. മുഴുവൻ പ്രവർത്തകരും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അച്ചടക്കത്തോടെ ഞങ്ങൾ പ്രവർത്തിക്കും. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി ജോർജ് പൊടിപ്പാറയിലേക്ക് പോവുകയാണ്. അദ്ദേഹം മറ്റൊരു ചർച്ചയ്ക്ക് വേണ്ടി ലീവ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ അല്പം നേരത്തെ വിടേണ്ടതുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ റോണിക്ക് ബേബി ഒഴിഞ്ഞുമാറി. അദ്ദേഹത്തിന്റെ പരിമിതി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് UDF മുന്നിൽ കാണുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന പാർലമെന്ററി പാർട്ടിയിൽ മേധാവിത്വം പിടിക്കാൻ നടക്കുന്ന നീക്കത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോകുന്നത് എന്നത് മനസ്സിലാക്കുന്നു. അവിടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നു എന്നതാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അത് നൽകുന്ന സന്ദേശം താഴെത്തട്ടിലേക്ക് എത്തിയാൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത ഉണ്ടോ? നേതാക്കന്മാർ അസ്വസ്ഥരായി കഴിഞ്ഞു എന്ന് നമ്മൾ ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും രേണു, ഇത് ഇപ്പൊ ഈ നടത്തുന്ന ഈ തർക്കങ്ങളൊന്നും ഈ ഇതിനു വേണ്ടി മാത്രമുള്ള തർക്കങ്ങളല്ല. വരാനിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള തർക്കങ്ങൾ കൂടിയാണെന്ന് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. കാരണം നാളെ ഏതെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം കിട്ടും, അല്ലെങ്കിൽ ലീഡ് കിട്ടും, ഇത്തവണ ഭരിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം UDF-നുണ്ട്. പല സർവേകളിലും അത് കണ്ടതാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആത്മവിശ്വാസം അവർക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ ഇത് നേതാക്കൾ പല ഭൈമികാമുകരുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനും രമേശ് ചെന്നിത്തലയും, അതുപോലെ തന്നെ ഇപ്പൊ K സുധാകരന് പോലും ഇപ്പൊ ഇങ്ങനെ മത്സരിക്കണം എന്നുള്ള ഈ അതിമോഹം വരുന്നതിന്റെ പിന്നിൽ വെറും ഒരു MLA ആകാൻ വേണ്ടി മാത്രമാണെന്ന് കരുതാൻ നമുക്ക് ന്യായമില്ല. അതുപോലെ തന്നെ ഒരുപക്ഷെ KC വേണുഗോപാൽ നെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ അത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ കഴിക്കുമോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരുപക്ഷെ വലിയ ലക്ഷ്യങ്ങളും വലിയ സ്വപ്നങ്ങളും പേറുന്നവരാണ്. അതൊന്നും തെറ്റുമല്ല. രാഷ്ട്രീയത്തില് സ്വപ്നങ്ങളില്ലാത്ത വിമത നീക്കവും ഒക്കെ ഇനിയും അടുത്ത ലിസ്റ്റ് വന്നാലും പ്രതീക്ഷിക്കണം. അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാംഗങ്ങളിലെ ഭൂരിപക്ഷ പിന്തുണ കിട്ടുന്ന ആൾക്കാണല്ലോ മുഖ്യമന്ത്രിയാകാൻ കഴിയുക. അപ്പൊ നേരത്തെ തന്നെ തങ്ങൾക്ക് വേണ്ടപ്പെട്ട തങ്ങളുമായിട്ട് തങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകൾ കൂടുതൽ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടാവണം എന്ന് നേതാക്കൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അതൊരു തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്. പക്ഷെ അത് മാത്രമാണ് എന്ന് കരുതാൻ പറ്റില്ല. കാരണം AICC നടത്തിയ കൃത്യമായ സർവേസ് ഉണ്ട്, കനകോലുവിന്റെ റിപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ മണ്ഡലം തലത്തിൽ ലഭിച്ച ഫീഡ്ബാക്കുകളുണ്ട്, പിന്നെ DCCകളുടെ നിർദ്ദേശങ്ങളുണ്ട്, അവർ സമർപ്പിച്ച പട്ടികയുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സ്ക്രീനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ കൂടി ഇപ്പൊ ഒരേപോലെ രണ്ടുപേര്, ശക്തരായ രണ്ടുപേര് വരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള നമ്മുടെ കൊച്ചി, അവിടെ ആരാണ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത് DCC പ്രസിഡന്റിന് എറണാകുളത്ത് ഒരു സവിശേഷ സാഹചര്യമാണല്ലോ. 4 സീറ്റല്ലേ അവർക്ക്, ബാക്കിയൊക്കെ സിറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഭയങ്കര പ്രശ്നം വരുന്നു. മുഹമ്മദ് ഷിയാസ് വരുന്നു, ദീപ്തി മേരി വർഗീസ് വരുന്നു. ദീപ്തി മേരി വർഗീസിനെ KC വേണുഗോപാൽ പിന്തുണയ്ക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ പക്ഷത്താണ്. ഇപ്പുറത്ത് മുഹമ്മദ് ഷിയാസ് VD സതീശന്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ടു പേർക്കും ക്ലെയിം ഉണ്ട്. കാരണം VD സതീശന്റെ സ്വന്തം ജില്ലയാണ്.
അവിടെ അദ്ദേഹത്തോടൊപ്പം നിന്ന് വലിയ വിജയങ്ങൾ കൊയ്തെടുക്കുന്നതിൽ സഹായിക്കുന്ന DCC പ്രസിഡന്റാണ് മുഹമ്മദ് ഷിയാസ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സീറ്റ് നിർബന്ധമായിട്ടും കൊടുക്കണം എന്ന് പറയാതിരിക്കാൻ സതീശന് കഴിയില്ല. സതീശന് അത് ചെയ്തേ തീരൂ. അപ്പുറത്താവട്ടെ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പോലും തഴയപ്പെട്ട ആളാണ് ദീപ്തി. അതുകൊണ്ട് ദീപ്തിയെ ഈ തെരഞ്ഞെടുപ്പിൽ തഴയാൻ പറ്റില്ല. വനിതാ പ്രാതിനിധ്യം പ്രധാനമാണ് എന്ന് KC വേണുഗോപാൽ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും തർക്കം ഉണ്ടാവും. നാളെ ഈ രണ്ടുപേരിൽ ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും ഏതെങ്കിലും ഒരു നേതാവിന് ഗുണകരമാകുകയും ചെയ്യും. അപ്പൊ നമ്മൾ പറയുന്ന പോലെ നിർദോഷമായ വളരെ നിഷ്കളങ്കമായ ഒരു സംഭവമൊന്നും അല്ല. ഇതെല്ലാ കണക്കൂട്ടലും വെച്ചുകൊണ്ട് മുൻപേ കൂട്ടിയുള്ളൊരു ഓടുന്ന മുയലിന് ഒരു മഴ മുമ്പേ എറിയാന്നൊക്കെ പറയുമല്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഏറൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പല കണക്കൂട്ടലുകളുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്, പല സാധ്യതകളുണ്ട്. ഇതെല്ലാം ഈ നേതാക്കളുടെ മനസ്സിലുണ്ട്. വരാനിരിക്കുന്ന കാലം കൂടി വെറും വർത്തമാനവും ഭൂതവും മാത്രമല്ല, ഭാവിയും കൂടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളും കണക്കുകൂട്ടലുകളും സ്ട്രാറ്റജിയും ഒക്കെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുന്നത്. അതിന്റെ സമ്മർദ്ദങ്ങള് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോ ഇതൊക്കെ നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ ചില പാർട്ടിയിൽ ഇത്തിരി കൂടുതലുണ്ട്. കോൺഗ്രസിന് എല്ലാ കാലത്തും ശരി, എന്തായാലും അത് എങ്ങനെ വന്ന് ഭവിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന ഒരു സാഹചര്യമാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നോക്കൂ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നോക്കൂ, കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് വരെ വലിയ രീതിയിലുള്ള എതിർ സ്വരങ്ങൾ ഉയർന്നു വന്ന് അവിടെ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയാകേണ്ടുന്ന ഒരു ഘട്ടത്തിൽ സുധാകരൻ ഉയർത്തിയിരിക്കുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത് അതിൻ്റെ ആ ചർച്ചകളെ വഴിമാറ്റി വിട്ടിയിരിക്കുകയാണ്. അവിടെ മറ്റൊരു തരത്തിൽ സാഹചര്യങ്ങൾ മാറിമറിയുന്നതാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന തീയതി പോലും സർക്കാരിന് കുറച്ച് അഡ്വാൻറ്റേജ് നൽകുന്ന തരത്തിലുള്ളതായിരുന്നു. അത് വലിയ ആരോപണങ്ങളായിട്ടൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ CPM-നെ സംബന്ധിച്ചുമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൽ ഉരുത്തിരിയുന്ന ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നാണോ താങ്കൾ കരുതുന്നത്? അല്ല രേണു, ഈ ചർച്ചയിലെ നമ്മളെല്ലാവരും കാണേണ്ട ഒരു പ്രശ്നം കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിരിക്കുന്ന പ്രതിസന്ധി, അല്ലെങ്കിൽ അതിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സീറ്റുകൾക്ക് വേണ്ടി നടക്കുന്ന മത്സരത്തെ കോൺഗ്രസിന്റെ ചരിത്രപരമായി അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇവിടെ പൊടിപ്പാറ, അതിന്റെ സുഹൃത്ത് പൊടിപ്പാറ ചെയ്തതുപോലെ അങ്ങനെ ഒരു സാമാന്യവൽക്കരണത്തിന് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തിയറൈസേഷൻ ഒരു സ്കോപ്പും ഇല്ല. കാരണം കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസ് എത്തപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ്? BJP ഉയർത്തുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ഭീഷണിയോ കോർപ്പറേറ്റ് അജണ്ടയോ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. പല കാര്യങ്ങളിലും നിയമനിർമ്മാണം വരുമ്പോൾ കോൺഗ്രസ് വളരെ മൃദുവായ സമീപനം എടുക്കുന്നു, ചില നിയമനിർമ്മാണത്തിന് കൈപൊക്കി കൊടുക്കുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലേബർ കോഡൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പൊ രാജ്യം എത്തപ്പെട്ട ഒരു പ്രതിസന്ധി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായിരിക്കുന്ന കോൺഗ്രസിനെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ആ അവസ്ഥയെ നേരിടാൻ ഇടതുപക്ഷ പ്രസ്ഥാനവും വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ദേശീയ തലത്തിലും സംസ്ഥാനത്തും നേരിടുന്നുണ്ട്. പക്ഷെ സംസ്ഥാനത്ത് ഈ ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ അർത്ഥത്തിലുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്ന ഒരു ക്ഷേമോന്മുഖ വികസന ബദൽ മുന്നോട്ട് വെച്ച്, ഒരു ബദൽ നയം മുന്നോട്ട് വെച്ച് കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്, ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത്. ആ ഇടതുപക്ഷ മുന്നണി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ 62 ലക്ഷം ആളുകൾക്ക് 2000 രൂപ വെച്ച് പെൻഷൻ കിട്ടണമെങ്കിൽ, സ്ത്രീകൾക്ക് സുരക്ഷാ ധനസഹായം കിട്ടണമെങ്കിൽ, കേരളത്തിൽ ഇന്നത്തെ പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും ഒക്കെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. ഇവിടെ UDF എങ്ങാൻ നിർഭാഗ്യത്തിന് അധികാരത്തിൽ വന്നുപോയാൽ ആന കയറിയ കരിമ്പിൻ തോട്ടം പോലെയാകും ഈ കേരളം. ഭൂതകാലത്തിലെ അനുഭവങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇടതുപക്ഷം വലിയ രീതിയിലുള്ള ഒരു മുൻകൈ, ഒരു മേധാവിത്വം കേരള സമൂഹത്തിൽ ഇന്ന് വഹിക്കുന്നുണ്ട്. അതിന്റെ മുമ്പിൽ കോൺഗ്രസ് പതറിപ്പോവുകയാണ്. അപ്പോ രേണു ഇവിടെ സൂചിപ്പിച്ചില്ലേ, കണ്ണൂർ ജില്ലയിൽ പാർട്ടി ഗ്രാമങ്ങളിൽ എന്ന് പറഞ്ഞ തളിപ്പറമ്പിൽ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന 10-60 വർഷക്കാലത്തെ പ്രവർത്തനാനുഭവങ്ങളുള്ള TK ഗോവിന്ദനെ പോലുള്ള ഒരു സീനിയർ നേതാവ് ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. വെല്ലുവിളി തെറ്റായ പല കാര്യം വി കുഞ്ഞികൃഷ്ണൻ അത് ആ രീതിയിൽ ഒരു സീരിയസ് പ്രശ്നമേ അല്ല. അത് കോൺഗ്രസ് അമ്പലപ്പുഴയിൽ ജി സുധാകരനും വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥികളായിട്ടോ അല്ലെ അവരുടെ പിന്തുണയോടുകൂടിയോ മത്സരിക്കുമല്ലോ. നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ കാണാമല്ലോ ഇവർക്കുള്ള സ്വാധീനം എന്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. അത് കൃത്യമായ നയങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പാർലമെന്ററി സമരം പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ബദൽ നയങ്ങൾ നടപ്പാക്കാനുള്ള അവസരത്തിന് ശ്രീ റോണി കെ ബേബി കണ്ണൂരിൽ പറയേണ്ട കാര്യങ്ങൾ പോലും പറയാൻ പറ്റാതെ സുധാകരൻ ഉയർത്തിയ ഭീഷണിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. താങ്കൾക്ക് മറ്റ് ഉയർന്നു വന്ന കാര്യങ്ങൾ കൂടി മറുപടി പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം.
ഒരു ഭീഷണിയില്ല, ഒരു പ്രതിസന്ധിയില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി. കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഫീൽഡിൽ ഇറങ്ങി. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പൂർണ്ണ രംഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറി ശക്തമായി ഒരു ചിട്ടയായി എണ്ണയിട്ട യന്ത്രം പോലെ UDF ഞങ്ങളുടെ മുമ്പിൽ ഒറ്റ അജണ്ടയുള്ളൂ. അതുകൊണ്ട് ആ മറ്റു വിഷയങ്ങളൊന്നും പറഞ്ഞ് നമ്മൾ സമയം കളയാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങളുടെ മുമ്പിൽ ഒറ്റ വിഷയമുള്ളൂ, ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക. ഇന്ന് ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷക്കാരാണ് എന്നുകൂടി ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞിക്കണ്ണൻ മാഷ്, ഞാൻ വളരെ ബഹുമാനത്തോടെ അദ്ദേഹം പറയുന്നത് കേൾക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് കുഞ്ഞിക്കണ്ണൻ മാഷ് എന്ന് പറയട്ടെ, യഥാർത്ഥ കമ്മ്യൂണിസവും മാർക്സിസവും പോലെയുള്ള ആശയങ്ങൾ നഷ്ടപ്പെട്ട ഒരു ഇടതുപക്ഷമല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ന് ഇടതുപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് പുറത്തു വന്ന നേതാക്കളെല്ലാം പറയുന്നത് എന്താ, കമ്മ്യൂണിസം എന്ന ആശയം ഇന്ന് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് പിണറായിസമല്ലേ പാർട്ടിയിൽ പിടിമുറുക്കിയിരിക്കുന്നത്. ഇവിടെ ഇന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നത് എന്താ, തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ ഞങ്ങൾക്ക് കമ്മ്യൂണിസം വഴി, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നത് തീവ്ര വലതുപക്ഷ നയങ്ങളാണ്. PMC പദ്ധതിയിൽ ഒപ്പിട്ടതിനകത്ത് എന്ത് ന്യായീകരണമാണ് ഉള്ളത്? വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആനയിച്ചതിനകത്ത് എന്ത് ന്യായീകരണമാണ്? തീവ്ര വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾ. പക്ഷേ നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ശ്രീ റോണി കെ ബേബി, ഇതൊക്കെ ജനങ്ങളോട് പറയേണ്ടുന്ന സമയമാണ്. 3 ദിവസം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനിയും വൈകുകയാണ്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി എന്നാണ് പറയുന്നത്. തർക്കമുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യം എന്താകും എന്നതുകൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്. മുട്ടുമടക്കുന്നു സുധാകരന് മുന്നിൽ ഹൈക്കമാൻഡ് എന്നതാണ് നമ്മൾ പ്രേക്ഷകരോട് ഇന്ന് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 82% പേർ, അല്ല എന്ന് പറയുന്നത് 15% പേർ മാത്രം. നിഷ്പക്ഷ അഭിപ്രായം രേഖപ്പെടുത്തിയത് 3% പേർ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.